Mullapalli Ramachandran Sahib avargale, Lakshadweep Administrator Shri J.K. Dadu Sahib avargale, Lakshadweep Chief Councillor Shri Jalaluddin Goya Sahib avargale, Lakshadweep Village Panchayat Chairman Achar Ahmed Sahib avargale, Lakshadweep Collector Shri R.P. Pal Sahib avargale, Lakshadweep disqualified Member of Parliament Shri P.P. Goya Sahib avargale. എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ദിവസം തന്നെയാണ്, പ്രത്യേകമായിട്ടുള്ള ഒരു ദിവസമാണ്. കാരണം മുല്ലപ്പള്ളി സാറ് എല്ലാ തിരക്കിനും വെച്ച് മാറ്റി ഇവിടെ ഈ കപ്പലിന് ഉദ്ഘാടന ചടങ്ങിന് വേണ്ടി വന്നെത്തിയിരിക്കുകയാണ്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ എല്ലാവിധ ഈ അവസരത്തിൽ ഹൃദയത്തിന്റെ ഭാഷയിൽ മുല്ലപ്പള്ളി സാർ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. പിന്നെ ഇപ്പൊ പറഞ്ഞ പോലെ ഈ കഴിഞ്ഞ 37-40 വർഷക്കാലങ്ങളിൽ ലക്ഷദ്വീപിലെ വികസനത്തിന് വേണ്ടി ഇവിടെ കൊണ്ടുവന്ന സ്കീമുകൾ, ഇവിടെ കൊണ്ടുവന്ന പോളിസികൾ എല്ലാം കേന്ദ്ര സർക്കാർ ഭരിച്ചപ്പോഴാണ്, കേന്ദ്ര സർക്കാരാണ് എല്ലാ സ്കീമുകളും പോളിസികളും ഇവിടെ കൊണ്ടുവന്നതും നടപ്പിലാക്കിയത്. ഇവിടെ ഗതാഗത മേഖല വലിയൊരു പ്രശ്നം തന്നെയാണ്. 20ഓളം കപ്പൽ ഇവിടെ സാങ്ഷൻ ചെയ്തത് കേന്ദ്രത്തിൽ UPA സർക്കാർ ഭരിക്കുന്ന സമയത്താണ്. അത് ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ കപ്പലുകളൊക്കെ കൊണ്ടുവന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇവിടെ കാണുന്ന MV അറേബ്യൻ സീ. UPA കേന്ദ്ര സർക്കാർ UPA-ന്റെ 100-day പ്രോഗ്രാമിൽ ഈ കപ്പൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള സ്കീമായിരുന്നു. അത് 100 ദിവസത്തിനുള്ളിൽ കൊണ്ടുവന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. 100 ദിവസത്തിനേക്കാളും കുറച്ച് കൂടുതൽ ദിവസം എടുത്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ഹൈ ക്വാളിറ്റി, വളരെ ആത്മാർത്ഥത്തോടെ നമ്മളെ കൊളംബോ ഡോക്യാർഡ് ലിമിറ്റഡ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്കാർ ചെയ്തതിൽ വളരെയധികം അവർക്കും നന്ദിയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 2020 വരെ ട്രാൻസ്പോർട്ട് സെക്ടർ ലക്ഷദ്വീപിലെ ഗതാഗത മേഖലയിൽ ലക്ഷദ്വീപിനെ സ്വയം പര്യാപ്തത ആക്കാൻ വേണ്ടിയുള്ള എല്ലാ സ്കീമും UPA സർക്കാർ ഡ്രോ ചെയ്തിട്ടുണ്ട്. അത് വളരെ പെട്ടെന്ന് അത് നടപ്പിലാക്കും ഇൻഷാ അല്ലാഹ്. മറ്റൊരു കാര്യം, ഇതുപോലെ തന്നെ ഇനിയൊരു കപ്പൽ 400 പാസഞ്ചർ കപ്പൽ പെട്ടെന്ന് തന്നെ അതും ലക്ഷദ്വീപിലെ അറബിക്കടലിൽ ഓടാൻ തുടങ്ങും. അത് ലക്ഷദ്വീപിലെ പാവപ്പെട്ട സാധാരണക്കാരന് വേണ്ടി സഞ്ചരിക്കാൻ വേണ്ടി തന്നെയാണ്. വൻകരയിലേക്ക് പോകാനും അതുപോലെ തന്നെ ഒരു ദ്വീപിൽ നിന്ന് മറ്റൊരു ദ്വീപിലേക്ക് സഞ്ചരിക്കാനും വേണ്ടിയാണ് UPA സർക്കാർ ഈ രീതിക്കുള്ള സ്കീമുകളും ഈ രീതിക്കുള്ള ഗതാഗത മേഖലയിൽ കൊണ്ടുവന്ന പോളിസികളും. അതുപോലെ തന്നെ LPG ലക്ഷദ്വീപുകാർക്ക് വലിയൊരു പ്രശ്നം തന്നെയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഇവിടെ കപ്പലിന്റെ പ്രോഗ്രാം 6 മാസം 7 മാസത്തേക്ക് കപ്പലിന്റെ പ്രോഗ്രാം ഇട്ടത്. അതിനു മുമ്പ് ഇവിടെ ഒരു കപ്പലിന്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് പൂർണ്ണമായിട്ടുള്ള വിശ്വാസമുണ്ട്, പെട്ടെന്ന് അടുത്തന്നെ LPG പ്രശ്നവും അത് സോൾവ് ചെയ്ത് മീൻ പിടിക്കാൻ പോകുന്ന ആൾക്കാർക്കും അതുപോലെ കപ്പലോടാനും അതുപോലെ ഹെലികോപ്റ്റർ ഓടാനും ഇതെല്ലാത്തിനും ലക്ഷദ്വീപ് സെൽഫ് സഫീഷ്യന്റ് ആവും എന്ന് എനിക്ക് പൂർണ്ണമായിട്ടുള്ള വിശ്വാസമുണ്ട്. അതുപോലെ തന്നെ കൊച്ചിയില് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ബർത്ത് ലക്ഷദ്വീപുകാർക്ക്, ലക്ഷദ്വീപിലെ കപ്പൽക്ക്, ലക്ഷദ്വീപിലെ യാത്രക്കാർക്ക് അവിടെ ഇറങ്ങാനും കയറാനും പ്രത്യേകമായിട്ടുള്ള ഒരു ഡെഡിക്കേറ്റഡ് വാർഫ് അതിന്റെ പ്രപ്പോസൽ ഉണ്ട്. അത് അടുത്തന്നെ അത് മെറ്റീരിയലൈസ് ചെയ്യും. അതുകൊണ്ട് ലക്ഷദ്വീപിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഗുണം കിട്ടും. അതാണ് UPA സർക്കാരിന്റെ സ്കീം. അതുപോലെ തന്നെ അഗത്തിയിലെ എയറോഡ്രോം അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്കീമും ഉണ്ട്. അതും വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാവും. ഈ അവസരത്തിൽ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, കാരണം ഒരുപാട് ഇവിടെ സമയം കുറവുള്ളത് കൊണ്ട് ഓണറബിൾ മിനിസ്റ്റർക്ക് തിരിച്ചു പോകേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ഇന്ത്യ റിസർവ് ബറ്റാലിയന്റെ കാര്യത്തിലും ഞങ്ങൾ UPA സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട്. അതിനു വേണ്ട കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഹോം മിനിസ്ട്രിയെ സമീപിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് വേണ്ട രീതിക്ക് കൈകാര്യം ചെയ്യുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും ധൈര്യമായിട്ടിരിക്കും. എന്നിട്ട് ഈ അവസരത്തിൽ എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്.